കഴിഞ്ഞ ഒക്ടോബർ 7-ന് ഹമാസ് തീവ്രവാദികൾ ഇസ്രായേലിലേക്ക് അപ്രതീക്ഷിതമായ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടതോടെയാണ് ഇസ്രായേലും ഹമാസിനെ അവസാനിപ്പിക്കാനുള്ള പോരാട്ടം ആരംഭിച്ചത്. എന്നാൽ ഹമാസ് നടത്താൻ പോകുന്ന ആക്രമണങ്ങളെക്കുറിച്ച് അതിനൊരു വർഷം മുൻപ് തന്നെ ഇസ്രായേലിന് വ്യക്തമായിട്ട് അറിയാമായിരുന്നുവെന്നും ആക്രമണത്തിന്റെ ഒരു ബ്ലൂ പ്രിന്റ് പോലും ഇസ്രായേൽ നേതാക്കന്മാരുടെ കയ്യിൽ ഉണ്ടായിരുന്നുവെന്നുമുള്ള റിപ്പോർട്ടാണ് ടൈംസ് മാഗസിൻ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. ആ മുന്നറിയിപ്പുകൾ അവഗണിക്കുകയും തള്ളിക്കളയുകയും ചെയ്തതിൻ്റെ പരിണിത ഫലമാണോ ഇസ്രായേൽ ഇപ്പോൾ അനുഭവിക്കുന്നത് എന്ന ചോദ്യത്തിനാണ് ഇനി ഉത്തരം ലഭിക്കേണ്ടത്. ആക്രമണ മുന്നറിയിപ്പുകളെ സ്ഥിരീകരിക്കുന്ന രേഖകളും ഇമെയിലുകളുമെല്ലാം ടൈംസ് റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഹമാസിനെ പോലെയുള്ള തീവ്രവാദികൾക്ക് അത് ഒരിക്കലും നടപ്പിലാക്കാൻ കഴിയുകയില്ലെന്നും അത് ഹമാസിന്റെ ആഗ്രഹം മാത്രമായിരിക്കുമെന്നും കരുതി ഇസ്രായേലിലെ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥന്മാർ അത് അവഗണിക്കുകയായിരുന്നുവെന്ന ആരോപണമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇസ്രായേലിനെ കുറിച്ച്, പ്രത്യേകിച്ച് അവരുടെ ശക്തമായ പ്രതിരോധ സംവിധാനമായ അയൺ ഡോമിനെ എങ്ങനെ നിർവീര്യമാക്കാം എന്നതിനെക്കുറിച്ച് അടക്കം കൃത്യവും വിശുദ്ധവുമായി തയ്യാറാക്കിയ ആസൂത്രണ പദ്ധതിക്കനുസരിച്ചായിരുന്നു ഹമാസിന്റെ ആക്രമണങ്ങൾ എന്നാണ് ടൈംസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആക്രമണത്തിന്റെ തുടക്കത്തിൽ തന്നെ റോക്കറ്റുകൾ വഴി അതിർത്തിയിലെ സുരക്ഷാ ക്യാമറകളും ഓട്ടോമാറ്റഡ് മെഷീൻ ഗണ്ണുകളും തകർത്ത് തോക്കുധാരികൾ പാരാഗ്ലൈഡറുകളായും മോട്ടോർ സൈക്കിളുകളിലും കാൽനടയായും ഇസ്രായേലിലേക്ക് കൂട്ടത്തോടെ ഒഴുകുകയായിരുന്നുവെന്നാണ് ടൈംസ് മാഗസിൻ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന രേഖ വ്യക്തമാക്കുന്നത്. ഇസ്രായേൽ സേനയുടെ സ്ഥാനം, വലിപ്പം, ആശയവിനിമയ കേന്ദ്രങ്ങൾ, മറ്റ് സെൻസിറ്റീവ് വിവരങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വിശദാംശങ്ങളും ഹമാസ് രേഖപ്പെടുത്തിയിരുന്നു. പ്രധാനമന്ത്രി നെതന്യാഹുവോ മറ്റ് ഉന്നത രാഷ്ട്രീയ നേതാക്കളോ ഈ രേഖ കണ്ടോ എന്ന് വ്യക്തമല്ലെങ്കിലും കണ്ടവർ അത് നിസ്സാരമായി തള്ളിക്കളയുകയായിരുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരം. ഇസ്രായേൽ സൈന്യം ഈ മുന്നറിയിപ്പുകൾ ഗൗരവമായി എടുക്കുകയും ഹമാസ് ആക്രമണം നടത്തിയ തെക്ക് ഭാഗത്തേക്ക് കാര്യക്ഷമമായ സുരക്ഷാ സംവിധാനങ്ങളും സൈനികമായ കരുതലുകളും നടത്തിയിരുന്നു എങ്കിൽ ഇസ്രായേലിന് ഹമാസിന്റെ ആക്രമണങ്ങളെ കാര്യക്ഷമമായി തന്നെ പ്രതിരോധിക്കുകയോ അല്ലെങ്കിൽ തടയുകയോ ചെയ്യാമായിരുന്നുവെന്ന് സൈനിക ഉദ്യോഗസ്ഥർ ഇപ്പോൾ രഹസ്യമായി സമ്മതിക്കുകയാണ്. രാജ്യത്തെ സംരക്ഷിക്കുന്നതിൽ തങ്ങൾ പരാജയപ്പെട്ടുവെന്ന് ഇസ്രായേലി സുരക്ഷാ ഉദ്യോഗസ്ഥർ തന്നെ ഇതിനകം സമ്മതിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഹമാസിന് ഇസ്രായേലിൽ കടന്നു കയറി ആക്രമിക്കുവാനുള്ള കഴിവും ധൈര്യവുമില്ല എന്നുള്ളത് ഇസ്രായേലിന്റെ അമിതമായ ആത്മവിശ്വാസമാണെന്നും ആ അമിത ആത്മവിശ്വാസം ഇസ്രായേൽ ഗവൺമെന്റിൽ തന്നെ വളരെ ആഴത്തിൽ വേരൂന്നിയതാണെന്നും ഇസ്രായേലിന് വിരുദ്ധമായി വർദ്ധിച്ചു വരുന്ന തെളിവുകളെ അവർ അവഗണിച്ചുവെന്നും ടൈംസ് മാഗസിൻ റിപ്പോർട്ട് വെളിപ്പെടുത്തുന്നുണ്ട്. ഹമാസിന്റെ തലവനായ യഹ്യ സിൽവാറിന് ഇസ്രായേലുമായുള്ള യുദ്ധത്തിൽ താല്പര്യമില്ലെന്ന ഇസ്രായേൽ രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കാലങ്ങളായി ധാരണയുണ്ടായിരുന്നു. ആ ധാരണയും ഈ ആക്രമണത്തോടെ തകർന്നു വീഴുകയുണ്ടായി. 20 വർഷങ്ങൾക്ക് മുൻപ് അൽ ഖ്വയ്ദ എന്ന ഭീകര സംഘടന ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണെന്ന് അമേരിക്കൻ അധികാരികൾക്കും ഒന്നിലധികം സൂചനകൾ ലഭിച്ചപ്പോൾ അവരും അത് അവഗണിച്ചു. വേൾഡ് ട്രേഡ് സെന്റർ, പെന്റഗൺ എന്നിവയ്ക്ക് നേരെയുണ്ടായ അന്നത്തെ ആക്രമണവും അവരുടെയും വിശകലനത്തിൽ വന്ന പരാജയമായിരുന്നു. ഹമാസ് അത്യാധുനിക ആയുധങ്ങളും GPS ജാമറുകളും ഡ്രോണുകളും വാങ്ങിയതുകൂടാതെ ഹമാസ് തങ്ങളുടെ സൈനിക ശക്തി ഇരട്ടിയിലധികമായി വർദ്ധിപ്പിക്കുകയും ചെയ്തിരുന്നു ഈ കാലഘട്ടത്തിൽ. ഇതെല്ലാം തിരിച്ചറിഞ്ഞ് വേണ്ട നടപടികൾ സ്വീകരിച്ചിരുന്നെങ്കിൽ ഇസ്രായേൽ അവരുടെ ചരിത്രത്തിൽ നേരിട്ട ഏറ്റവും വലിയ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുമായിരുന്നു എന്നതാണ് ചുരുക്കം.